ഈ ഒരു വീഡിയോ സ്പെയിനിൽ നിന്നാണ് കേട്ടോ. സ്പെയിനിലെ അലൈക്കാണ്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചാടി ഇറങ്ങി പോകുന്നത്. എന്നും ഈ ഉച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള കാലത്ത് 8 മണി മുതൽ 2 മണി വരെയാണ് മോർണിംഗ് ഷിഫ്റ്റ്. പിന്നെ ഈവനിങ് ഷിഫ്റ്റ് 6:30 to 10 o'clock ആണ് കേട്ടോ. അതായത് വൈകുന്നേരം 6:30 തൊട്ടിട്ട് 10 മണി വരെയാണ് എൻ്റെ നൈറ്റ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതോടുകൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ദിവസം തന്നെ അവസാനിക്കുന്നത്, ഡ്യൂട്ടി അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 മണിക്ക് തന്നെ പതിവ് പോലെ ഭയങ്കര ചൂടിലാണ് കേട്ടോ പുറത്തിറങ്ങുന്നത്. സ്പെയിനിൽ ഈ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് സ്പെയിനിൽ ഏറ്റവും കൂടുതൽ സമ്മർ സീസൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റിയിലേക്ക് ഔട്ട് ചെയ്ത് നമ്മൾ സെക്യൂരിറ്റി പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വണ്ടിയിനകത്ത് കയറിയിട്ട് ഷട്ടിൽ ബസ്, ഇവിടുന്ന് ബസ്സല്ല കേട്ടോ, ഇവിടുന്ന് ഒരു വാന് പോലത്തുള്ളൊരു സെറ്റപ്പാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഷട്ടിലിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് ബസ്സിൽ. അപ്പോൾ ഞാൻ അവരെല്ലാം ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി വിളിച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഫ്രണ്ടിലില്ല, ബാക്കിലാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. നമുക്ക് ബാക്കിലിരിക്കാനായിട്ടോ പെർമിഷൻ, ഗസ്റ്റിനാണ് ഫ്രണ്ടിലുള്ള പ്രയോറിറ്റി ഉള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും പുറകിലായിട്ട് ഇരിക്കാറ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഇപ്പം വിചാരിക്കും സ്വന്തമായിട്ടുള്ളത് വേറെ ആരെങ്കിലും കൂടെ ആലോചിക്കാൻ വരുമെന്ന്. അങ്ങനെയല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ അലൈക്കാണ്ട് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള സർവീസ് ബസ്സാണ് കേട്ടോ നേരത്തെ കണ്ടിട്ടുള്ളത്. പിന്നെ പുറകിൽ ഏകദേശമൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മുടെ ഡ്രൈവർ വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. ഞാൻ എന്തായാലും ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരുടെയും കൂടെ ഒന്നിച്ച് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം നമ്മൾ അവരുടെയൊക്കെ കൂടെ കൂട്ടുകൂടി നടക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോകുന്നിടത്തിൽ, അവരിരിക്കുന്നിടത്തിൽ, ഇല്ലെങ്കിൽ അവർ കഴിക്കുന്നിടത്തിലൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ നിൽക്കാറില്ല. കണ്ടോ, ഈ കാണുന്നതാണ് ഈ സ്പെയിനിൽ അലക്കാണ്ടയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടയോ എന്തോ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കയറിയിട്ടില്ല, സമയം എടുക്കുന്ന കാരണം ഞാൻ അത്രയും വലിയ റിസ്ക് എടുക്കാൻ പോകാറില്ല. പിന്നെ ഇതെല്ലാം കാസിനോയാണ്. കാസിനോ എന്ന് പറഞ്ഞിട്ട് മിക്കവർക്കും അറിയാമായിരിക്കും, ഭയങ്കര VIP ഭയങ്കര കാശുകാരായിട്ടുള്ള ആൾക്കാർ കാശ് കളയുന്ന ഒരുപാട് ഗെയിംസിലൊക്കെ സ്ഥലമാണ് കേട്ടോ ഈ കാസിനോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആ ഒരു ഷോപ്പിംഗ് മാളിൽ കയറാൻ നിന്നില്ല, അതിൻ്റെ ഫ്രണ്ടിലേക്ക് വച്ചടിച്ചു. കാരണം അതിമനോഹരമായിട്ടുള്ള സ്പെയിനിനെയാണ് എനിക്ക് കാണേണ്ടത്. പിന്നെ ഞാൻ ഇവിടെ 3-4 പ്രാവശ്യം വന്നിട്ടുള്ളത് കാരണം ഏകദേശം സ്പോട്ടൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ ഒരു മല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇടിയുന്ന മലയല്ല കേട്ടോ, അത് പ്രശസ്തമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കുന്ന ദൃശ്യം കേട്ടോ കാണുന്നത്. കാരണം ഈ ഒരുപാട് ഭംഗിയുള്ള ഒത്തിരി സ്ഥലങ്ങളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്ന കാരണം കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഇതിൽ കഴിഞ്ഞിട്ടൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്പേസും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.